സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പോളിഗണാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം QGIS ഓപ്പൺ ചെയ്യാം. QGISൽ നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് ലെയറുകൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് നമ്മുടെ സ്കൂളിൻ്റെ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയ കമ്പൈൻ ചെയ്ത ഒരു വെക്ടർ ഫയലും, പിന്നെ KSDMA നമുക്ക് തന്നിട്ടുള്ള 25 വർഷത്തെ ഹിസ്റ്റോറിക്കൽ മാപ്പിൻ്റെ പ്രോബിലിറ്റി മാപ്പും കൂടിയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്. ഫോൾഡറിൽ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയ കമ്പൈൻഡ് SHP ആ ഫയൽ ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ലെയർ പാനലിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ ഫ്ലഡ് ഹസാർഡ് ഹിസ്റ്റോറിക്കൽ മാപ്പ് KSDMAയുടെ പ്രൊജക്റ്റിന് ഞാൻ ആഡ് ചെയ്യുന്നു. ശേഷം ഫോൾഡർ മിനിമൈസ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പോൾ പറയാം, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പറയാം കേരളത്തിൻ്റെ ഫ്ലഡ് ഹിസ്റ്റോറിക്കൽ മാപ്പ് 25 വർഷത്തെ ഹിസ്റ്റോറിക്കൽ മാപ്പ്. താഴെ ഒരു ബ്ലാക്ക് കളറിലൊരു ബോക്സ് ഉണ്ട്, താഴെ ഒരു വൈറ്റ് ബോക്സ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യം ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ ഈ ടിക്ക് മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഇതുപോലെ കിടക്കും. അത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് വന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ പഞ്ചായത്തുകളെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ടൊരു മാപ്പിലൂടെ മഞ്ഞ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ മാപ്പ് ആ ഒരു വെക്ടർ ലെയറിന് മുകളിൽ ഒരു റാസ്റ്റർ ലെയർ കിടക്കുന്നുണ്ട്. റാസ്റ്റർ വെക്ടർ ഡിഫറൻസുകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മാപ്പിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റാസ്റ്റർ ലെയറിന് വെക്ടറൈസ് ചെയ്യണം, അല്ലെങ്കിൽ പോളിഗണാക്കി മാറ്റണം. അതിനുവേണ്ടി നമുക്കൊരു ടൂൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ പ്രോസസ്സിംഗ് ടൂൾ ബോക്സിന് കിട്ടും. അതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതിൻ്റെ പേര് റാസ്റ്റർ പിക്സൽ ടു പോളിഗൺ എന്നാണ് പേര്. അപ്പോൾ റാസ്റ്റർ ടൈപ്പ് ചെയ്യുക, RASTER, റാസ്റ്റർ പിക്സൽ ടു പോളിഗൺ. റാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ താഴെ കാണിച്ചു, റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള ഇതായതുകൊണ്ടാണ് ഇത് കണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ റാസ്റ്റർ പിക്സൽ എന്ന് ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വിൻഡോ വരുന്നു. ആ വിൻഡോയിൽ റാസ്റ്റർ ലെയർ ഓൾറെഡി ഓവർനേ ഉള്ളൂ, അതുകൊണ്ട് ലെയർ വന്നിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ റാസ്റ്റർ ലെയറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെയർ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റാസ്റ്റർ ലെയർ നമ്മൾ പോളിഗൺ ആക്കുമ്പോഴത്തേക്കും ആ പോളിഗൺസിനെ നമുക്ക് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എവിടെ സേവ് ചെയ്യണമെന്ന് ഏറ്റവും താഴെയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് സേവ് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടുള്ള സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യേണ്ട ഏരിയ ചോദിക്കുന്നു. നമ്മളത് സേവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സ് മാപ്പിലേക്കാണ്. അതുകൊണ്ട് ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സ് മാപ്പ് പുതിയൊരു ഫോൾഡർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൊടുക്കുന്നു. അവിടെ പേര് കൊടുക്കുന്നു റാസ്റ്റർ ടു പോളിഗൺ എന്നുള്ള പേരിൽ ഞാൻ സേവ് ചെയ്യുന്നു. ഇനി എൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടി റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ റാസ്റ്റർ ഫയലിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പോളിഗൺസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെക്ടർ ഫയലാണ്. അപ്പോൾ വെക്ടർ ഫയൽ നമുക്ക് കിട്ടി. അപ്പോൾ ഈ വെക്ടർ ഫയൽ ഉപയോഗിച്ച് 2 വെക്ടർ ഫയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ എത്ര ഏരിയയിൽ നമ്മുടെ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ എത്ര ഭാഗത്തോളം വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഓവർലാപ്പ് അനാലിസിസ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ എത്ര % സ്ഥലത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ആ ഒരു പോളിഗൺ മാപ്പിനെ ഓവർലേ ചെയ്ത് ഉള്ളൊരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ റാസ്റ്റർ എന്നുള്ളതിൻ്റെ അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ ഓവർലാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓവർലാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ കാണിക്കും റീസെൻ്റ്ലി യൂസർ എന്നുള്ള പേരിൽ ഓവർലാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടൂൾ കാണുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റാസ്റ്റർ പോളിഗൺ കിടക്കുന്നുണ്ട്. റാസ്റ്റർ പോളിഗൺ അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മാപ്പ്. നമുക്ക് ഇവിടെ വരേണ്ടത് നമ്മളുടെ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ കമ്പൈൻഡ് മാപ്പാണ്. അത് സെലക്ട് ചെയ്യുക. കാര്യം നമ്മുടെ സ്കൂളിൻ്റെ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ എത്ര % ഏരിയയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ
ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ കമ്പൈൻഡ് ആയിട്ടുള്ള മാപ്പ് ആയിരിക്കണം. അതിനുശേഷം ഏത് ലെയറാണ് ഓവർലേ ചെയ്യേണ്ടത് അത് ഇവിടെ ഡിസേബിൾ ആണ്, കുഴപ്പമില്ല. നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, 3 ഡോട്ടോട് കൂടി അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 2 വെക്ടർ ലെയറുകൾ കാണാം. ഒന്ന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ കമ്പൈൻഡ് രണ്ടാമത് കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം ഒന്നാമത് കിടക്കുന്ന റാസ്റ്റർ ടു പോളിഗൺ എന്ന് പറയുന്ന ഒരു വെക്ടർ ഫയലാണ്. അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സെലക്ട് ചെയ്യുന്ന ഇതിൻ്റെ പേര് നമുക്കിവിടെ കാണിക്കത്തില്ല, 1 എലമെൻറ്റ് സെലക്ട് എന്ന് കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ റാസ്റ്റർ ടു പോളിഗൺ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട്, 1 എലമെൻറ്റ് സെലക്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഫയൽ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സേവ് ടു ഫയൽ കൊടുക്കുക. നമ്മൾ ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സ് എന്നുള്ള ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യുന്നത്. അവിടെ സേവ് ചെയ്യുന്നത് ഓവർലാപ്പ് എന്നുള്ള പേരിലാണ്. ഓവർലാപ്പ് എന്നുള്ള പേര് സേവ് ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം റൺ ചെയ്യാനുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ അതേ സൈസിൽ മറ്റൊരു കളറിലൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. അതിൻ്റെ പേര് ഓവർലാപ്പ് എന്നാണ്. അപ്പോൾ ഈ ഓവർലാപ്പ് എന്ന് പറയുന്ന ലെയറും നമ്മുടെ സ്കൂൾ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയയും സെയിം ഷേപ്പിലുള്ളതാണ്. ഇനി ഈ പറയുന്ന ഓവർലാപ്പ് ചെയ്തേക്കുന്ന ഏരിയയിൽ എത്ര ശതമാനമാണ് ഫ്ലഡിന് സാധ്യതയുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവർലാപ്പ് എന്നുള്ള ലെയർ പാനൽ സെലക്ട് ചെയ്യാം. ഓൾറെഡി അതായിരിക്കും സെലക്ട് കിടക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓവർലാപ്പിൽ തന്നെ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് അല്ല, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ അത് ഫുൾ ഞാൻ ചെറുതാക്കട്ടെ. ഓപ്പൺ ആയപ്പോഴത്തേക്കും അവസാനത്തെ ഇപ്പോൾ ഇവിടെയാണ് കുറേ ഹെഡിങ്ങുകളുണ്ട് മേലെയായിട്ട്. നമുക്കത് ആവശ്യമില്ല, അവസാനത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. താഴെയുള്ള ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ മൂവ് ചെയ്ത് അവസാനത്തെ ലൈനിലേക്ക് എത്തുക. അവസാനം എത്തുമ്പോഴത്തേക്കും ലാസ്റ്റ് കിടക്കുന്ന റാസ്റ്റർ ടു 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ %31 കാണുന്നു. 31%. ഈ 31% എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫ്ലഡിൻ്റെ കവറേജ് എന്ന് പറയുന്നത്. 31% ഏരിയയിൽ നമുക്ക് എൻ്റെ സ്കൂളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഫ്ലഡ് ഹസാർഡിനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന പെർസെൻറ്റേജിലാണ് ഇതിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ഇൻഡെക്സ് കിട്ടും. അതിനുവേണ്ടി ഞാൻ കാൽക്കുലേറ്റർ എടുക്കുകയാണ്. കാൽക്കുലേറ്റർ ആപ്പിൽ നിന്നും കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 31.60 ആണ്. അതിനെ ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 0.31. അപ്പോൾ 0.31 ആണ് എൻ്റെ സ്കൂളിൻ്റെ ഫ്ലഡ് ഹസാർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 0.31. അപ്പോൾ ഒരു പകുതിയോളം ഇല്ല, 30%, 31% നമുക്ക് ഫ്ലഡിനുള്ള സാധ്യതയുള്ള സ്കൂളാണ്. അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ 31%-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇൻഡെക്സ് 0.316 ആണ്. സംശയങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.